ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് റിവെറ്റ്സ് ആൻഡ് റിവെറ്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇൻട്രൊഡക്ഷൻ. നമുക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയോ മെഷീൻ പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയോ പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് പറയുന്നത്. ടെമ്പററി ഫാസ്റ്റനിങ്, പെർമനൻറ്റ് ഫാസ്റ്റനിങ് എന്ന് പറയുന്നു. സാധാരണ ഇതിൽ നമുക്ക് നെട്ടും ബോൾട്ടിട്ടും ഉറപ്പിക്കാം, അതുപോലെ വെൽഡ് ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് മെഷീൻ പാർട്സ് നമ്മൾ ജോയിൻ ചെയ്യാനുള്ള മെത്തേഡ്സാണ് റിവെറ്റിംഗ്. റിവെറ്റ് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റിവെറ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് ആ ഹോളിലേക്ക് ഈ റിവെറ്റ് ഇറക്കി വെക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൾജ് ചെയ്തിട്ട് രണ്ട് ഭാഗം ഒരേ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മെത്തേഡ്. റിവെറ്റ്സ് ആർ യൂസ്ഡ് ടു ജോയിൻ ടുഗദർ 2 or more മെറ്റൽ ഷീറ്റ്സ് മെറ്റൽ പെർമനൻ്റ്ലി. റിവെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലോ ഷീറ്റുമോ സ്ഥിരമായി ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക് റിവെറ്റിംഗ് ഈസ് ഡൺ വെർ ബ്രേസിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ, structure changes owing to welding heat, the distortion due to welding cannot be easily removed, etc. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഷീറ്റ് മെറ്റലൊക്കെ ജോയിൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ അത് ഇപ്പോൾ ഒരു വെൽഡ് ചെയ്യുകയാണെങ്കിൽ ആ ഷീറ്റ് വളയാൻ സാധ്യതയുണ്ട്, ഓവർ ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്, അതിന് ഫിനിഷിങ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പല മെത്തേഡ്സും അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ ഈ റിവേറ്റ്സിന് ഇതേമാതിരി പരിമിതികൾ ചെയ്യാൻ പറ്റും. നമുക്ക് വൃത്തിയായിട്ട് മെഷീൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. റിവെറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദെയർ ലെങ്ത്, മെറ്റീരിയൽ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഹെഡ്. റിവെറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നീളം, അതിൽ ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, അതിൻ്റെ സൈസ്, അതേപോലെ ഏത് ഷേപ്പ്, ഹെഡിൻ്റെ ഷേപ്പ് ഏതാണ്, ഇതിങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് പാർട്സ് ഓഫ് റിവെറ്റ്. പ്രധാനമായി റിവെറ്റിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അതിൻ്റെ ചിത്രം നോക്കുക. ഒന്ന് ഷേപ്പ് ഓഫ് ഹെഡ്. ദി ഷേപ്പ് ഓഫ് റിവെറ്റ് ഹെഡ് ഈസ് ടു ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഇൻറ്റൻഡഡ് യൂസ് ഓഫ് വർക്ക് പീസ് ടു ബി റിവെറ്റഡ്. അപ്പോൾ ഒരു റിവെറ്റിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വർക്കാണോ അത് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റം കൊണ്ടിരിക്കും. പ്രധാനമായിട്ടും ഒരു സ്നാപ്പ് ഹെഡ് റിവെറ്റിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഡയമീറ്റർ. ദി ഡയമീറ്റർ ഓഫ് സെലക്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ റിക്വയർഡ് സ്ട്രെങ്ത്. ഒരു റിവെറ്റിൻ്റെ ഡയമീറ്റർ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര സ്ട്രെങ്ത്ത് വേണമെന്നനുസരിച്ച് നിൽക്കും. സ്ട്രെങ്ത്ത് കൂടുന്നതനുസരിച്ച് ഡയമീറ്റർ കൂടിക്കൊണ്ടിരിക്കും. ലെങ്ത്ത്. അടുത്തത് ലെങ്ത്ത് ഈസ് ടു ബി സെലക്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ തിക്നെസ് ഓഫ് ദി കമ്പോണൻസ് ടു ബി റിവെറ്റഡ്. അപ്പോൾ ഒരു റിവെറ്റിന് എത്ര ലെങ്ത്ത് വേണം തീരുമാനിക്കാൻ വേണ്ടി അതിന് എത്ര തിക്നെസ്സിൻ്റെ വർക്ക്, രണ്ട് പീസുകളുടെ തിക്നെസ് എത്ര, അതിനനുസരിച്ച് ലെങ്ത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും. അടുത്ത ടൈപ്സ് ഓഫ് റിവെറ്റ്സ്. ദർ ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് റിവെറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. നമുക്ക് ചിത്രത്തിൽ കണ്ടാൻ പറ്റും. പല ഷേപ്പിലുള്ള ഫിഗേഴ്സ് ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്നാപ്പ് ഹെഡ് റിവെറ്റ്, കൗണ്ടർ സങ്ക് ഹെഡ് റിവെറ്റ്, തിൻ ബെവൽ ഹെഡ് റിവെറ്റ്, വൈഡ്ലി യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ വർക്ക്. ഷീറ്റ് മെറ്റൽ വർക്കിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൗണ്ടർ സങ്ക് റിവെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ബെവൽ റിവെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലാറ്റ് ഹെഡ് റിവെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സ്നാപ്പ് ഹെഡ് റിവെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മെറ്റീരിയൽ. റിവെറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ലൈക്ക് ലോ കാർബൺ സ്റ്റീൽ, ബ്രാസ്, കോപ്പർ, യെല്ലോ ബ്രാസ്, അലുമിനിയം, ദർ അലോയ്സ്. സാധാരണഗതിയിൽ ഷീറ്റ് മെറ്റൽ ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് ഷേപ്പാക്കാൻ എളുപ്പത്തിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ ഒരിക്കലും റിവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലോ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, അതേമാതിരി ബ്രാസ്, പിച്ചള ഉപയോഗിക്കുന്നുണ്ട്, കോപ്പർ, യെല്ലോ ബ്രാസ്, അലുമിനിയം. നമുക്ക് സാധാരണ അലുമിനിയം റിവെറ്റ്സ് ധാരാളം നമുക്ക് അവൈലബിൾ ആണ്. വളരെ സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ടൈപ്സ് ഓഫ് റിവെറ്റ്സ് ആൻഡ് യൂസസ്. പ്രധാനമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള റിവെറ്റ്സ് ആകുമ്പോൾ ശ്രദ്ധിക്കാം. ഒന്നാമത് സ്നാപ്പ് ഹെഡ്. ഫസ്റ്റ് കാണുന്ന ചിത്രമാണ് സ്നാപ്പ് ഹെഡ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോം ആൻഡ് ഇറ്റ് ഗീവ്സ് വെരി സ്ട്രോങ് ജോയിൻറ്റ്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരമാണ്. അത് നല്ലൊരു ജോയിൻറ്റ്, നല്ല സ്ട്രോങ് ജോയിൻറ്റ് അത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെക്കൻഡ് പാൻ ഹെഡ്. സെക്കൻഡ് ചിത്രം ശ്രദ്ധിക്കുക. പാൻ ഹെഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഹെവി സ്ട്രക്ചറൽ വർക്ക് വെർ സ്ട്രെങ്ത് ഓഫ് റിവെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു റിവെറ്റിന് സ്ട്രെങ്ത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് എങ്കിൽ നമുക്ക് പാൻ ഹെഡ് റിവെറ്റ് ഉപയോഗിക്കാം. അടുത്തത് കോണിക്കൽ ഹെഡ്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ലൈറ്റ് അസംബ്ലി വെർ റിവെറ്റിംഗ് ഈസ് ഡൺ ബൈ ഹാൻഡ് ഹാമറിംഗ്.
നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കോണിക്കൽ ഹെഡ് റിവെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് കൗണ്ടർ സങ്ക് റിവെറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് വേർ പ്രൊജക്ഷൻ ഓഫ് ദ റിവെറ്റ് ഹെഡ് ഇസ് ടു ബി അവോയ്ഡഡ്. നമുക്ക് ഈ റിവെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾ ഡ്രിൽ ചെയ്ത് ബെവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഹെഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൗണ്ടർ സങ്ക് റിവെറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത ബഫർക്കേറ്റഡ് റിവെറ്റ്. ദി ഷേപ്പ് ഓഫ് ദി ഹെഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ ആൻഡ് ദ ബഫർക്കേറ്റഡ് പോർഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ലൈറ്റ് പാർട്സ്, ടിൻ പ്ലേറ്റ്സ്, ലെതർ, പ്ലാസ്റ്റിക് എക്സെട്ര. ഇത് ലൈറ്റ് ഡ്യൂട്ടിക്ക് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ചിറകുകൾ പോലുള്ള ഭാഗമുണ്ട്. ഇത് നമ്മൾ ബാഗിന് വേണ്ടി ബെൽറ്റൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർക്കിനൊക്കെ വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലൈറ്റ് പാർട്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ബ്ലൈൻഡ് റിവെറ്റ് ഓർ പോപ്പ് റിവെറ്റ്. ഇന്നത്തെ കാലത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റിവെറ്റാണ് ബ്ലൈൻഡ് റിവെറ്റ്, പോപ്പ് റിവെറ്റ്. ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. ഇത് പ്രധാനമായും ലൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വലിയ ഹെവി ഡ്യൂട്ടിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറില്ല. ബ്ലൈൻഡ് റിവെറ്റ്സ് ആർ യൂസ്ഡ് ടു അലോ ദം ഇൻസ്റ്റാൾഡ് ഇൻ ജോയിൻറ്റ്സ് വെയർ ആക്സബിൾ ഫ്രം വൺ സൈഡ് ഓൺലി. നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രം റിവെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ ഇതിൽ പഠിച്ച റിവെറ്റ് ഒരു ഭാഗം സപ്പോർട്ട് ചെയ്യണം, ഒരു ഭാഗത്ത് നിന്ന് ഹാമർ തടിക്കണം. എന്നാൽ ഈ റിവെറ്റിനെ സംബന്ധിച്ച് ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ റിവെറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല, അല്ലെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. They are used for joints from both sides are accessible. ഇത് ബോത്ത് സൈഡ് ആക്സബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ദ പാർട്സ് ആർ റിവേഴ്സ് ഷോൺ വിയർ. ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അതിൽ പ്രധാനമായുള്ള ഭാഗങ്ങൾ നോക്കുക. അതിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു ആണി പോലുള്ള ഒരു മുട്ടുസൂചി പോലുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് വേറെ ഒരു ഹോളോ ആയിട്ടുള്ളൊരു പാർട്ട് ഉണ്ടായിരിക്കും. അതിന് ആണി പോലുള്ളൊരു പാർട്ടിനാണ് നമ്മൾ മാൻഡ്രൽ എന്ന് വിളിക്കുന്നത്, മാൻഡ്രൽ. പിന്നെ ബോഡി ഹെഡ്, അതിന് വേറെ ഉള്ളിലുള്ളൊരു പാർട്ടുണ്ട് ഹെഡ്. അത് താഴെയുള്ള ചിത്രം കാണിച്ചിട്ടുണ്ട്. 2 പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ബ്ലൈൻഡ് റിവെറ്റിംഗ് എക്യുപ്മെൻറ്റ്. നമുക്ക് ഈ റിവെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു എക്യുപ്മെൻറ്റ്, പ്രത്യേക ഉപകരണം ആവശ്യമാണ്. അത് റിവെറ്റിംഗ് പ്ലയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ചിത്രം നോക്കി അറിയാൻ പറ്റും. പലതരത്തിലുള്ള പ്ലയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. The equipment used for blind rivets are blind rivet pliers, lassie tongs, liver hand tools. ഇത് പല ഷേപ്പിലുള്ള ലഭ്യമാണ്. എന്തൊക്കെയുണ്ട്? ബ്ലൈൻഡ് റിവെറ്റ് പ്ലയേഴ്സ് ഉണ്ട്, ലാസി ടോങ്സ് ഉണ്ട്, ലിവർ ഹാൻഡ് ടൂൾസ്. അതുകൂടാതെ ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് മാഗസിൻ ഫീൽഡ് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ഫാസ്റ്റനേഴ്സ് ആർ ഷോൺ ഫിഗർ. അതുകൂടാതെ നമ്മൾ ന്യൂമാറ്റിക് എയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, അതുപോലെ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഗണ്ണും അവൈലബിൾ ആണ്. അടുത്തായിട്ട് ടൈപ്സ് ഓഫ് ബ്ലൈൻഡ് ഓർ പോപ്പ് റിവെറ്റ്. പോപ്പ് റിവെറ്റ്, ബ്ലൈൻഡ് റിവെറ്റ് പല ഷേപ്പിൽ അവൈലബിൾ ആണ്. ഇൻ സെറ്റിംഗ് എ ബ്ലൈൻഡ് റിവെറ്റ്, ദ ബോഡി ഓഫ് ദ റിവെറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ഹോൾ ആൻഡ് ദി മാൻഡ്രൽ പുൾഡ് ഡീഫോമിങ് ദ ടെയിൽ വിച്ച് പുൾസ് ആൻഡ് ഫിക്സസ് ഇറ്റ് ടുഗദർ. ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആവശ്യമായ ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ റിവെറ്റിൻ്റെ ഹെഡ് സൈഡ് കടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് അതിൻ്റെ മാൻഡ്രൽ എന്ന ഭാഗം എടുത്തിട്ട് ഗൺ ഉപയോഗിച്ച് വലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ബൾജ് ചെയ്തിട്ടാണ് ഇത് ലോക്കാക്കുന്നത്. ബ്ലൈൻഡ് റിവെറ്റ്സ് ആർ അവൈലബിൾ ഇൻ മെനി ടൈപ്സ് ഓൺ സിസ്റ്റം. പല രൂപത്തിൽ ബ്ലൈൻഡ് റിവെറ്റ്സ് ലഭ്യമാണ്. സം ഓഫ് ദീസ് ആർ ഗിവൺ. ചില ഇത് താഴെ പറയുന്നു. പ്ലഗ്ഡ് ബ്രേക്ക് സിസ്റ്റം, ഓപ്പൺ ബ്രേക്ക് സിസ്റ്റം, എക്സ്റ്റേണലി ത്രെഡഡ് ബ്ലൈൻഡ് റിവെറ്റ്സ്, കൊളാപ്സിബിൾ സാങ്ക്, ഫ്ലഷ് ബ്രേക്ക് സിസ്റ്റം. ഇതിൽ പല രൂപത്തിലുള്ള ഉണ്ട്. ചെറിയ മാറ്റങ്ങളുള്ളതാണ്. പ്ലഗ്ഡ് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ ബ്രേക്ക് സിസ്റ്റം ഉണ്ട്, എക്സ്റ്റേണലി ത്രെഡഡ് ബ്ലൈൻഡ് റിവെറ്റ്സ് ഉണ്ട്, കൊളാപ്സിബിൾ ഷാങ്ക് ഉണ്ട്, ഫ്ലഷ് ബ്രേക്ക് ഐസ്റ്റാങ്ക്. ഇതൊക്കെ പല രൂപത്തിലുള്ളതാണ്. ഇനി റിവെറ്റിംഗ് സ്റ്റെപ്സ്, നമ്മൾ എങ്ങനെയാണ് ഈ റിവെറ്റിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെലക്ട് ദ റിവെറ്റ് ഫോർ ദ കറക്റ്റ് സൈസ്, ഡയ ആൻഡ് ലെങ്ത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാണ് റിവെറ്റ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ലൈറ്റ് ഡ്യൂട്ടി ആണോ മീഡിയം ഡ്യൂട്ടി ആണോ സെലക്ട് ചെയ്യാം. അടുത്തത് ഡ്രിൽ എ ഹോൾ ടു എ റെക്കമെൻഡഡ് ഡയമീറ്റർ. ഈ റിവെറ്റിൻ്റെ അതേ രൂപത്തിലുള്ളൊരു ഹോള് നമ്മൾ ഡ്രില്ല് ചെയ്യണം ഷീറ്റിൻ്റെ മുകളിൽ. നെക്സ്റ്റ് ഓപ്പൺ ദ റിവെറ്റിംഗ് ടൂൾ ആൻഡ് ഇൻസേർട്ട് റിവെറ്റ് സ്റ്റെം ഇൻ ടു ദി ടൂൾ. എന്നിട്ട് നമ്മൾ റിവെറ്റിംഗ് ഗണ്ണ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സ്റ്റെം അല്ലെങ്കിൽ മാൻഡ്രൽ എന്നുള്ള ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു.
പ്ലേസ് ദ റിവറ്റ് ബോഡി ഇൻ ടു പെർഫോംഡ് ഹോൾ. അതിനുശേഷം നമ്മൾ എവിടെയാണോ റിവറ്റ് ചെയ്യേണ്ടത് ആ ഹോളിലേക്ക് ഇത് ഇറക്കി വെക്കുന്നു. സ്ക്യൂസ് ദ റിവറ്റ് ടൂൾ ആൻഡിൽസ് ടുഗദർ സെറ്റ് ഓഫ് റിവറ്റ്. അതിനുശേഷം സ്ക്യൂസ് ചെയ്യുക. നമ്മൾ ആ സ്റ്റെമ്മ് കുറേ അതിലെ ഹാൻഡിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റെമ്മ് വലിച്ചെടുക്കാൻ വേണ്ടി വലിച്ചെടുക്കും ആ ഗണ്ണിനുള്ളിലേക്ക്. അങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ബൾജിങ് വരും. ആ ബൾജാണ് ഇതിൻ്റെ ലോക്ക്. അറ്റ് ദി കറക്റ്റ് പോയിന്റ് ഓഫ് ടെൻഷൻ ദ റിവറ്റ് സ്റ്റെം വിൽ ബ്രേക്ക്. അതിന് കുറേ ശേഷം വലിച്ചെടുത്ത് ഫുൾ ലോഡായതിനു ശേഷം അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അറ്റം പൊട്ടിച്ച് കളയുന്നു. വെൻ ദ റിവറ്റ് സ്റ്റെം ഈസ് ബ്രോക്കൺ റിമൂവ് ദ ടൂൾ ഫ്രം ദ ജോബ്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ടൂളിൻ്റെ മുകളിൽ ആ റിവറ്റ് പുറത്തേക്ക് വരും. പിന്നെ ടൂളിൻ്റെ മുകളിൽ സ്റ്റെം പിടിച്ചിട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അത് മാറ്റാൻ പറ്റും. അല്ലാതെ ദ ടൂൾ ഓപ്പൺ ഫുള്ളി എജക്റ്റ് സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള സ്റ്റെമ്മ് നമുക്ക് എടുത്ത് കളയാം. ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കി അറിയാൻ പറ്റും. ആ സ്റ്റെമ്മിന് ആ ഫസ്റ്റ് ചിത്രത്തിൽ കാണാൻ പറ്റും. എന്നുള്ള ചിത്രത്തിൽ കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചത്. അങ്ങനെ ഇറക്കി വെച്ചിട്ട് വലിച്ച ശിഷ്ടമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബൾജിങ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ റിവറ്റ് മാത്രം അവിടെ കിടക്കുന്ന രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് റിവറ്റഡ് ജോയിൻറ്റ്. രണ്ട് ഷീറ്റ് തമ്മിൽ ജോയിനെ കുറിച്ചാണ് പറയുന്നത്. റിവറ്റിംഗ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻറ്റ്സ് ഓഫ് 2 more പീസസ്. രണ്ട് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യാൻ സ്ഥിരമായി ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റിവറ്റിംഗ് എന്ന് പറഞ്ഞത്. യൂസസ്. റിവറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ ഷീറ്റ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക് സച്ച് ആസ് ബ്രിഡ്ജസ്, ഷിപ്പ് ബിൽഡിംഗ്, ഗെയിംസ്, സ്ട്രക്ചർ വർക്ക്. അപ്പോൾ നമുക്ക് പല രീതിയിൽ പഴയ കാലങ്ങളിലെ പാലങ്ങളൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ച് റിവറ്റിംഗ് എന്നുള്ള ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സ്ട്രീറ്റ് സ്ട്രക്ചർ വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ റിവറ്റഡ് ജോയിൻറ്റ് ഉപയോഗിക്കുന്നു. ടൈപ്സ് ഓഫ് റിവറ്റ്സ്. ഈ പ്രധാനമായിട്ട് ഏതൊക്കെ തരം റിവറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ടിൻമാൻസ് റിവറ്റ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്, റൗണ്ട് ഹെഡ് റിവറ്റ്, കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ്, ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. ഈച്ച് റിവറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെഡ് ആൻഡ് സിലിണ്ടറിക്കൽ ബോഡി. ഓരോന്നിനും ഹെഡും സിലിണ്ടറിക്കൽ ബോഡിയും ഉണ്ടായിരിക്കും. അടുത്ത സൈസ് ഓഫ് റിവറ്റ്. ഏതൊക്കെ സൈസ് റിവറ്റ് ഉണ്ടെന്ന് നോക്കാം. സൈസ് ഓഫ് റിവറ്റ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക്. ഒരു റിവറ്റിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഷാങ്കിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്യൽ. അടുത്തതായിട്ട് സെലക്ഷൻ ഓഫ് റിവറ്റ് സൈസ്. ഒരു റിവറ്റിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. The diameter of rivet is calculated by the formula D is equal to 21/2 to 3 into T, where T is the total thickness. അപ്പോൾ ഒരു റിവറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ എത്ര വേണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനാണ് പറയുന്നത്. അതിൽ ടി എന്ന് പറയും. ടി എന്നൊരു ടേം എന്ന് പറഞ്ഞാൽ ആകെ തിക്നെസ്. 2 ഷീറ്റാണ്, 2 ഷീറ്റിൻ്റെ തിക്നെസ്. 21/2 into 3 എന്നാൽ 21/2 എന്ന് പറഞ്ഞാൽ 11 into T. 11 into T എന്ന് പറഞ്ഞാൽ തിക്നെസ്. ആ ഷീറ്റ് എത്ര തിക്നെസ്? 2 mm 2 mm. 11 into 2 എന്നാൽ 24. അപ്പോൾ അത്രയും തിക്നെസ്സുള്ള അത്രയും ഡയമീറ്ററുള്ള ഡയമീറ്ററുള്ള റിവറ്റ് നമ്മൾ ഉപയോഗിക്കണം. 21/2 പകരം 21/3 എന്ന് ഉപയോഗിക്കുക. 21/3 എന്നാൽ 7 ആണ്. 7 into T. അപ്പോൾ 21/2 മുതൽ 20/3 വരെ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഡയമീറ്റർ ഓഫ് റിവറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ലാപ്പിംഗ് അലവൻസ്. ലാപ്പിംഗ് അലവൻസ് എന്നാൽ ഒന്നിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് റിവറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇൻ ഷീറ്റ് മെറ്റൽ ട്രേഡ് വി വിൽ യൂസ് ഫോളോയിങ് ഫോർമുല ദാറ്റ് ഈസ് 3 times ഓഫ് ദി ഡയ ഓഫ് റിവറ്റ് പ്ലസ് 2 times ഓഫ് ദ ഷീറ്റ് തിക്നെസ് ഇൻ തിൻ ഷീറ്റ്. കനം കുറഞ്ഞ ഷീറ്റാണെങ്കിൽ നമ്മൾ സാധാരണ ലാപ്പിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഡയമീറ്ററിൻ്റെ 3 ഇരട്ടി, അതേപോലെ പ്ലസ് അതോടുകൂടി ഷീറ്റിൻ്റെ 2 ഇരട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അത്രയും പുറത്ത് തള്ളിയിട്ടാണ് സാധാരണ രീതിയിൽ ഷീറ്റ് വെക്കാറ്. ഒന്നിൻ്റെ മുകളിലേക്ക് ലാപ്പ് ചെയ്താൽ കയറി നിൽക്കുന്ന അളവാണ് പറയുന്നത്. പിച്ച് അലവൻസ്. പിച്ച് എന്ന് പറഞ്ഞത് ഒരു ഷീറ്റിൽ നിന്ന് ഒരു റിവറ്റിൽ നിന്ന് മറ്റൊരു റിവറ്റിലേക്കുള്ള അകലാണ് പിച്ച് എന്ന് പറയുന്നത്. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി 3-4 ഇരട്ടി ഡയമീറ്റർ ഓഫ് റിവറ്റ് വേണം. പിന്നെ പ്ലസ് ഷീറ്റ് തിക്നെസ്. ഇത്രയും അളവാണ് സാറ് പിച്ചായിട്ട് നമ്മൾ പറയാറ്.
ഡയമീറ്റർ റിവറ്റ് വേണം, പിന്നെ ഷീറ്റ് തിക്നെസ് ഒരു തവണ, അങ്ങനെ കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന അളവാണ് ഒരു റിവറ്റിൽ നിന്ന് മറ്റേ റിവറ്റിലേക്കുള്ള അളവ്. അടുത്ത ലെങ്ത്ത്, ഷാങ്കിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് L=T+D. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷാങ്കിന് ലെങ്ത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഷീറ്റിൻ്റെ തിക്നെസ് വേണം. ഷീറ്റിൻ്റെ തിക്നെസ് കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് വേണം, അതാണ് അളവ്. ആൻഡ് D is the diameter of it. അപ്പോൾ T+D പറഞ്ഞാൽ ഷീറ്റിൻ്റെ തിക്നെസ് അതോടൊപ്പം തന്നെ ഒരു ഡയമീറ്ററോട് കൂട്ടണം. ആ ഡയമീറ്റർ പുറത്തേക്ക് തള്ളി നിർത്താൻ മാത്രം നമുക്കത് വീണ്ടും ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, റിവറ്റ് ഹോൾ സൈസ് ആൻഡ് ക്ലിയറൻസ്. ഒരു റിവറ്റ് ഹോൾ എത്ര വേണമെന്ന് പറയാം. റിവറ്റ് ഹോൾ എന്തായാലും റിവറ്റിനേക്കാളും കുറച്ച് ഡയമീറ്റർ കൂടുതലാവണം. റിവറ്റ് ഹോൾ ഷുഡ് ബി ഫോംഡ് ലിറ്റർ ബിഗ്ഗർ ദാൻ ദ ഡോമിനൽ ഡയമീറ്റർ ഓഫ് റിവറ്റ്. ആ റിവറ്റിൻ്റെ അതിനേക്കാളും കുറച്ച് കൂടിയിട്ടാണ് നമ്മൾ ഹോൾ ഡ്രില്ല് ചെയ്യൽ. ദി ഹോൾ ഡയമീറ്റർ വിൽ ബി ബിഗ്ഗർ ദാൻ റിവറ്റ് ഷാങ്ക്. റിവറ്റിൻ്റെ ഷാങ്കിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയിരിക്കും. നോമിനൽ ഡയമീറ്റർ ഓഫ് 0.2 to 0.3 mm കോൾഡ് റിവറ്റിംഗ് ആൻഡ് ബൈ 0.5 to 1.5 mm ഹൈ ടെമ്പറേച്ചർ ഫോർ ഹോട്ട് റിവറ്റിംഗ് പ്രോസസ്സ്. നമുക്ക് രണ്ട് തരമുള്ള റിവറ്റിംഗ് ആണ്, കോൾഡ് റിവറ്റിംഗ്, ഹോട്ട് റിവറ്റിംഗും. കോൾഡ് റിവറ്റിംഗ് എന്നാൽ തണുത്ത അവസ്ഥ സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് റിവറ്റിംഗ് ചെയ്യുന്നതിനാണ് കോൾഡ് റിവറ്റിംഗ് എന്ന് പറയുക. എന്നാൽ അത് ഈ റിവറ്റ് നമ്മൾ റെഡ് ഹീറ്റ് വരെ ചൂടാക്കിയിട്ട് റിവറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയും. നമുക്ക് വലിയ റിവറ്റുകളും വലിയ ഹെവി വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ട് റിവറ്റിംഗ് ആണ് കൂടുതൽ വരുന്നത്. കോൾഡ് റിവറ്റിംഗ് ആണെങ്കിൽ 0.2 to 0.3 mm വരെ കൂടുതൽ കൊടുക്കും. എന്നാൽ ഹോട്ട് റിവറ്റിംഗ് ആണെങ്കിൽ 0.5 to 1.5 mm വരെ ഹോളിന് നമ്മൾ എല്ലാവരും ചെയ്ത് കൊടുക്കും. ഇനി റിവറ്റ് പ്രൊപ്പോർഷൻസ്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എഫിഷ്യൻ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി റിവറ്റഡ് ജോയിൻറ്റ്സ് ഫോളോയിങ് ആസ്പെക്ട്സ് ബി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ നല്ലൊരു റിവറ്റ് ജോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദ സൈസ് ഓഫ് ദി ഹോൾ ഡ്രിൽ ഇൻസേർട്ട് ഇൻ റിവറ്റ്. ഏത് സൈസ് ഹോളാണ് നമ്മൾ ഡ്രിൽ ചെയ്യുന്നത്, അല്ല ഹോളിൻ്റെ വലിപ്പം എത്രയാണ്. ദ ഡയമീറ്റർ ഓഫ് ദ റിമോട്ട് പ്രൊപ്പോർഷൻ തിക്നെസ് ഓഫ് ദ ഷീറ്റ്. പിന്നെ ഒരു റിവറ്റിൻ്റെ സൈസ് അതിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ്സുമായിട്ടുള്ള പ്രൊപ്പോർഷൻ ശരിയായിരിക്കണം. അടുത്തത്, ദ ലെങ്ത് ഓഫ് ദി റിവറ്റ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് റിവറ്റ് തിക്നെസ് ഓഫ് പ്ലേറ്റ്. അതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ അതിന് തിക്നെസ്സുമായിട്ട് ആനുപാതികമായിരിക്കണം. അടുത്ത്, ഫോർമുല ജനറലി യൂസ് ഫോർ ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് സോളിഡ് റിവറ്റ്. സോളിഡ് റിവറ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുകയാണ് T=2T. ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് തിക്നെസ് എന്ന് ചുരുങ്ങിയത് വേണമെന്നാണ് പറയുന്നത്. താഴെ ഹോൾ ഡയമീറ്റർ ഫോർ റിവറ്റ്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിവറ്റിൻ്റെ ഡൈം അതിന് ഹോളിൻ്റെ ഡൈം തമ്മിൽ എന്താണ് പറയുന്നത്. 2 എന്നുള്ള ഡയുള്ള റിവറ്റ് ആണെങ്കിൽ നമ്മൾ ഹോള് 2.2 ഉണ്ടാക്കണം, ചെറിയ ക്ലിയറൻസ് വേണം. അതേമാതിരി 15 എന്നുള്ള mm റിവറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 16.5 ഹോള് വേണം പ്രധാനമായിട്ട്. അപ്പോൾ അതൊക്കെ ഓരോ റേഞ്ചാണ് വരുന്നത്. ചെറിയൊരളവ് കൂട്ടിയാണ് ഹോൾ ഡ്രിൽ ചെയ്യുന്നത്. അടുത്ത ലെങ്ത് ഓഫ് റിവറ്റിൻ്റെ നീളം എത്ര വേണമെന്നാണ് പറയുന്നത്. നീളം ശ്രദ്ധിക്കുക. അതിൻ്റെ ചിത്രം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. സാറിനെ ശ്രദ്ധിക്കുക. അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹാമർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്നാപ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് വീണ്ടും റിവറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നീളം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിൽ T എന്ന് പറഞ്ഞത് തിക്നെസ് ഷീറ്റിൻ്റെ, പിന്നെ 1.5D ആണ് അധികം കൊടുക്കുന്നത്. ദ ലെങ്ത് ഓഫ് ദി റിവറ്റ് ഷാങ്ക് വിൽ ബി വാരി അക്കോർഡിംഗ് ടു തിക്നെസ് ഓഫ് പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ച് ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കും. എ ഫോർമുല ജനറലി യൂസ് ഫോർ ഷോ ഫ്ലോർ ലെങ്ത് സ്നാപ്പ് റിവറ്റ്. സ്നാപ്പ് റിവറ്റിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ജനറൽ ആയിട്ടുള്ള ഫോർമുല പറയാം. L=T+1.5D. ഒരു റിവറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സിനോട് കൂടി 1.5D കൂടിയും വേണം. പ്രധാനമായിട്ട് 10 ആണെങ്കിൽ 15 വേണം. അതാണ് സാധാരണ അളവ്. ഇനി അത് കൗണ്ടർ സംഖ്യ റിവറ്റ് ആണെങ്കിൽ, ലെങ്ത് ഓഫ് കൗണ്ടർ സംഖ്യ റിവറ്റ് ആണെങ്കിൽ L+0.6D നീളം കുറച്ച് മതി. T+0.6D മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ T എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ആണ്, D റിവറ്റ് ഡയമീറ്റർ ആണ്, D1 എന്ന് പറഞ്ഞാൽ ഹോൾ ഡയമീറ്റർ ആണ്. അടുത്തായിട്ട് റിവറ്റ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര തള്ളി നിൽക്കുന്നുണ്ട്, ഒരു എക്സ് എന്നുള്ളത് കാണാൻ പറ്റും. അതാണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. എത്ര ഒരു റിവറ്റ് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര നമ്മൾ റിവറ്റിനെ ഷീറ്റിൻ്റെ പുറത്തേക്ക് തള്ളി വെക്കണം, അതാണ് പറയുന്നത്.
ദ ലെങ്ത് റിക്വയർഡ് ടു ഫോം എ ഹെഡ് ഓഫ് റിവറ്റ് ഈസ് കാൾഡ് റിവറ്റ് ഇൻ്റർഫറൻസ്. ഒരു റിവറ്റിൻ്റെ ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഷാങ്കിൻ്റെ എത്ര നീളം ആവശ്യമുണ്ട്, അതാണ് റിവറ്റ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞത്. വെൻ ഫോമിങ് എ റൗണ്ട് ഹെഡ്, ഇൻ്റർഫറൻസ് എക്സ് ഈസ് ഗിവൺ ബൈ എക്സ് സമം ഡി ഇൻറ്റു 1.3 to 1.6. സാധാരണഗതിയിൽ ഒരു റൗണ്ട് ഹെഡ് റിവറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എക്സിൻ്റെ ഡി ഇൻറ്റു 1.3 ഒരു ഡിയുടെ ഡയമീറ്റർ 10 ആണെങ്കിൽ ഒരു 13-16 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് 1.3 1.6 എന്ന് പറഞ്ഞത്. ഇനി 1.3 മുതൽ 1.6 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ലെങ്ത് ഓഫ് റിവറ്റ് L ആണ്. അതുപോലെ തിക്നെസ് T ആണെങ്കിൽ പറഞ്ഞു L is equal to T plus 1.3 to 1.6. ഇനി ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്. റിവറ്റ് ചെയ്ത ജോയിൻറ്റ് പല രൂപത്തിൽ നമുക്ക് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്, ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്, സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ്, ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ്. 4 തരത്തിലുള്ള ജോയിൻ്റാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കാം സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. അത് ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 2 ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരൊറ്റ ലൈന് റിവറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. ദിസ് ജോയിൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ജോയിനിങ് ബോത്ത് തിക്ക് ആൻഡ് തിൻ പ്ലേറ്റ്സ്. ഇൻ ദിസ് ദ പ്ലേറ്റ്സ് ആർ ജോയിൻഡ് ആർ ഓവർലാപ്ഡ് അറ്റ് എൻഡ്സ് ഓഫ് ദ സിംഗിൾ റോ ഓഫ് റിവറ്റ്സ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലാപ്പ്. ഇതിൽ ലാപ്പിൻ്റെ നടുക്കായിട്ട് ഒരു ഒറ്റ റോ റിവറ്റ് കൊടുത്തിട്ടുണ്ട്. അതുമാണ് ഇതിൽ സിംഗിൾ റിവറ്റഡ് എന്ന് പറയുന്നത്. സിംഗിൾ റിവറ്റ് എന്ന് ഒറ്റ റോ റിവറ്റ് മാത്രം, ഒറ്റ നിര റിവറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്തായിട്ട് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. ഒരു ലാപ്പ് ഒന്നിനും കൂടി കയറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് റിവറ്റ് ചെയ്യുമ്പോൾ 2 നിരകളായിട്ട് റിവറ്റ് ചെയ്തിട്ടുണ്ട്. ദ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് വിൽ ഹാവ് 2 rows ഓഫ് റിവറ്റ്, 2 rows. അതാണ് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ദി ഓവർലാപ്പ് ഈസ് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 2 rows ഓഫ് റിവറ്റ്. അപ്പോൾ ഒരു ഷീറ്റ് വന്നിരിക്കുമ്പോൾ ഒരു കയറ്റി വെക്കുമ്പോൾ ഈ 2 റോ റിവറ്റിനുള്ള സ്പേസ് നമ്മൾ കാണണം. അടുത്തതായിട്ട് ഡബിൾ റിവറ്റഡ് സിക്സാഗ് ലാപ്പ് ജോയിൻറ്റ്. സിക്സാഗ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തേക്ക് നീക്കി കൊടുക്കുന്ന ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം കണ്ടാൽ മനസ്സിലാവും. ദിസ് പ്രൊവൈഡ് എ സ്ട്രോങ്ങർ ജോയിൻറ്റ് ദാൻ ദ സിംഗിൾ ലാപ്പ് ജോയിൻറ്റ്. ഇത് സിംഗിൾ ലാപ്പ് ജോയിൻറ്റിനേക്കാളും സ്ട്രോങ്ങറാണ്. കാരണം 2ൻ്റെ ഇടയ്ക്ക് വേറെ റിവറ്റ് വരുന്നുണ്ട്. ദ റിവറ്റ്സ് ആർ പ്ലേസ്ഡ് ഐദർ ഇൻ സ്ക്വയർ ഫോർമേഷൻ ഓർ ഇൻ എ ട്രയാങ്കുലർ ഫോർമേഷൻ. ഇത് ഒരു സ്ക്വയർ ഫോർമേഷൻ ചെയ്യാൻ പറ്റും, അതേപോലെ ട്രയാങ്കുലർ ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ദ സ്ക്വയർ ഫോർമേഷൻ റിവറ്റ് കാൾഡ് ചെയിൻ റിവറ്റ്. സ്ക്വയർ ഫോർമേഷൻ ആണെങ്കിൽ ചെയിൻ റിവറ്റ് എന്ന് വിളിക്കുന്നു. ട്രയാങ്കുലർ ഫോർമേഷൻ ആണെങ്കിൽ അതിന് സിക്സാഗ് റിവറ്റ് എന്ന് വിളിക്കുന്നു. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്താണ് സിംഗിൾ ആൻഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ലാപ്പ് ജോയിൻ്റ് ആണ്. ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ചുള്ള ടൈപ്പാണ് വരുന്നത്. എന്നാൽ ഇത് അടുത്ത പറയാൻ പോകുന്നത് ബഡ് ജോയിൻ്റ്. ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ചേർത്ത് വെച്ചിരിക്കുന്നു. ഒന്നൊന്നിൽ ചേർത്ത് വെച്ചിട്ട് മുകളിലൊരു കവറിങ് മാത്രം വെച്ചിരിക്കുന്നു. അത് സിംഗിൾ ബട്ടാണ്. ഇനി 2 ഭാഗത്തും കവറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ ബട്ട് ജോയിൻ്റ് ആണ്. ഫസ്റ്റ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വേർ എഡ്ജസ് ഓഫ് കോമ്പണൻസ് ആർ ടു ബി ജോയിൻഡ് ബൈ റിവറ്റിംഗ്. നമ്മൾ എഡ്ജ് തമ്മിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു കവർ പ്ലേറ്റ് അഡീഷണൽ വെച്ച് കൊടുത്താൽ മതി. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിയിൽ 2 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് മുകളിലൊരു ഷീറ്റ് കവർ ചെയ്തിട്ടാണ് റിവറ്റിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുന്ന ഷീറ്റിനാണ് നമ്മൾ സ്ട്രാപ്പ് എന്ന് പറയാം. എ സെപ്പറേറ്റ് പീസ് ഓഫ് മെറ്റൽ കാൾഡ് സ്ട്രാപ്പ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദി എഡ്ജസ് ഓഫ് ദി കമ്പണൻസ് ടുഗദർ. ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് 2 ഷീറ്റ് തമ്മിൽ യോജിപ്പിക്കുന്നത്. അടുത്ത ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ്. 2 കവർ പ്ലേറ്റ്സ് പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി കമ്പണൻസ് ടു ബി അസംബിൾഡ്. ഇതിന് 2 കവർ പ്ലേറ്റ് മുകളിലും താഴെയും ഓരോ കവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ്. ഇത് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റിനേക്കാളും കൂടുതൽ ഉറപ്പ് കൂടിയതാണ്. അടുത്തത് സ്പേസിംഗ് ഓഫ് റിവറ്റ് ജോയിൻറ്റ്. റിവറ്റ് ജോയിൻറ്റ് തമ്മിലുള്ള അകലാണ് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. 2 റിവറ്റ് തമ്മിലുള്ള അകലം 3D ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 3D ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഷീറ്റിൻ്റെ അറ്റത്തേക്കുള്ള അകലം 2D ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് സ്പേസിംഗ് ഓഫ് റിവറ്റ് പറയുന്നത്. ദ സ്പേസിംഗ് ഓഫ് റിവറ്റ് ഹോൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ് ഗിവൺ ബിലോ ഇൻ ജനറൽ അപ്രോച്ച് ഡിറ്റർമിൻ ദിസ്. അപ്പോൾ ഇത്
കോമൺ ആയിട്ട് ഓരോ ജോബിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദ സ്പേസ് ഓർ ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ഓഫ് ദി മെറ്റൽ ദ സെൻറ്റർ ഓഫ് ദ റിവറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് റിവറ്റ്. ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഷീറ്റിൻ്റെ അറ്റത്തേക്കുള്ള അളവ് ഏകദേശം ഒരു റിവറ്റിൻ്റെ 2 ഇരട്ടിന് ഉണ്ടായിരിക്കണം. ദ പർപ്പസ് ഓഫ് ദിസ് ടു പ്രിവെൻറ്റ് സ്പ്ലിറ്റിംഗ് ഓഫ് ദി എഡ്ജസ്. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അതിൻ്റെ അറ്റം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. The maximum distance from the edge should not be more than 10 times of thickness of plate. അതുപോലെ ഇതൊരിക്കലും 10 ഇരട്ടിയിൽ ഒരു കാരണവശാലും ഈ അകലം കൂടരുത്. അത് പ്രധാനമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റിവറ്റിനെ കുറിച്ചാണ്. റിവറ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.